സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര. കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ കാര്യസ്ഥന്മാരാണ് ലോകത്തിലെ പല ഭരണാധികാരികളുമെന്ന് മുൻമന്ത്രിയും CPI നേതാവുമായ മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. ചെമ്മരത്തൂരിലെ CPI ആസ്ഥാനമായ നവീകരിച്ച KP കേളപ്പൻ സ്മാരകം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കാലത്തെ മൊത്തത്തിൽ വിശകലനം ചെയ്താൽ ലോകത്തെ ഒന്നിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയവും സംസ്കാരവും ഭിന്നിപ്പിക്കാനുള്ള ഒരു ഏറ്റുമുട്ടലിൽ രീതിയും ഇത് താൽക്കാലികമായിട്ടുണ്ടെങ്കിലും ഇന്ന് ലോകത്ത് ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനാണ് ലോകത്ത് മുൻകൈ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അമേരിക്കയിൽ ട്രംപ് ജയിച്ചത്, ഇന്ത്യയിൽ നരേന്ദ്രമോദി ജയിച്ചത്. പടിഞ്ഞാറൻ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും വലതുപക്ഷ വർഗീയ സ്വഭാവമുള്ള മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന വിത്തിട്ട് അതിൻ്റെ ഒരു മുള പൊട്ടി വളരുന്ന സാഹചര്യത്തിൽ അവരെല്ലാം ജയിക്കുന്നത്. ഇപ്പോൾ ട്രംപ് ജയിക്കാനുള്ള കാരണമായി എല്ലാവരും പറയുന്നത് അദ്ദേഹം അമേരിക്കക്കാരോട് പറഞ്ഞു, അമേരിക്കക്കാർക്കുള്ളതാണ്. അമേരിക്കക്കാർക്കുള്ളതാണെന്ന് തോന്നിയാൽ നമുക്ക് തോന്നും അതിലൊരു ശരിയുണ്ടെന്ന്. ഈ അമേരിക്കക്കാരെന്ന് പറയുന്ന ട്രംപ് ഉദ്ദേശിക്കുന്നവർ അമേരിക്കയിൽ എത്തിയിട്ട് ഒരു 3-4 നൂറ്റാണ്ടാകും. യഥാർത്ഥ അമേരിക്കക്കാരന് വംശനാശം വരുത്തിയാണ് ഇന്ന് ട്രംപ് അമേരിക്കക്കാരെന്ന് പറയുന്നവരെ അവിടെ സർവാധികാരത്തിൻ്റെ കിരീടം എടുത്ത് വെച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ വർഗീയത. അതൊരു വിഭജനമാണ്. ആ വിഭജനം ഭൂരിപക്ഷം വരുന്ന വോട്ടർമാരായ അമേരിക്കക്കാരുടെ ഉള്ളിൽ ഉണ്ടായ ഒരു കാലത്തും ഉണ്ടാക്കാൻ പാടില്ലാത്ത വിഷമാണ് ട്രംപിൻ്റെ വിജയത്തിന് വഴിയൊരുക്കിയത്. ഇത് തന്നെയാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ വിജയത്തിനും വഴിയൊരുക്കിയത്. ഇത് തന്നെയാണ് ഡൽഹിയിൽ BJP വിജയത്തിനും വഴിയൊരുക്കിയത്. MV ഗോവിന്ദപതിയാർ സ്മാരക വായനശാല കവി MM സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ KK കുമാരൻ അധ്യക്ഷത വഹിച്ചു. CPI ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊകേരി മുഖ്യപ്രഭാഷണം നടത്തി. സ്മരണിക P സുരേഷ് ബാബുവിന് നൽകി കവി വീരാൻകുട്ടി പ്രകാശനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KK ബാലൻ മുതിർന്ന നേതാക്കളെ ആദരിച്ചു. TK രാജൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. KK രവീന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 1000 കൊല്ലത്ത് ഗോപാലൻ പതാക ഉയർത്തി. രജീന്ദ്രൻ കപ്പള്ളി, KP പവിത്രൻ, റീന സുരേഷ്, MT രാജൻ, PP രാജൻ, സ്വാഗത സംഘം കൺവീനർ ചന്ദ്രൻ പുതുക്കുടി, VR രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. എന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കേരളീയ നവോത്ഥാനം യഥാർത്ഥത്തിൽ ചെടിച്ചട്ടിയിൽ വെച്ച ഒരു സസ്യത്തെ പോലെ, ചെടിയെ പോലെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമ്മളതിനെ യഥാർത്ഥ മണ്ണിലേക്ക് പറിച്ച് നട്ടിട്ടില്ല നവോത്ഥാനത്തെ. അതുകൊണ്ട് തന്നെ അത് വേര് പിടിച്ചിട്ടില്ല. ഇപ്പോൾ നേരത്തെ മുല്ലക്കര രത്നാകരൻ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ. കുടുംബങ്ങളിൽ നിരവധിയായിട്ടുള്ള വിവാഹമോചനങ്ങൾ നടക്കുന്നു. എന്തുകൊണ്ടാണ് വിവാഹമോചനം നടക്കുന്നത്? നമ്മളെ വീട് ജനാധിപത്യവൽക്കരിച്ചിട്ടുണ്ടോ? നമ്മളെ വീട്ടിൽ ജനാധിപത്യം ഉണ്ടോ? ജനങ്ങളിലേക്ക് ഈ പാർട്ടിയെ ചേർത്ത് നിർത്താൻ പതിയാരുടെ ഭരണത്തിന് ശേഷം ഞങ്ങൾ അവിടെ ഒരു ഗ്രന്ഥശാല ആരംഭിക്കണമെന്ന് തീരുമാനിച്ചു.
അതിൻ്റെ മാർഗദർശിയായി ഞങ്ങൾക്കുണ്ടായിരുന്നത് കേരളത്തിലെ പ്രിയപ്പെട്ട കവി വീരാൻകുട്ടി മാസ്റ്ററായിരുന്നു.